ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയൊരു എയർപോർട്ട് വ്ളോഗാണ്. ഞാൻ ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിൽ കയറാനായിട്ട് പോകുന്നത്, അതും ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹിയിൽ നിന്നും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എയർപോർട്ടിലെത്തിയതിന് ശേഷം എനിക്ക് ടെർമിനൽ 3 എത്തേണ്ടത്. അപ്പോൾ ടെർമിനൽ 3 എത്തുവാൻ വേണ്ടി അവിടെ നിന്ന് കുറേ ബസ്സുണ്ട്. അപ്പോൾ 10-20 കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനൽ 3 എത്തിക്കും. അങ്ങനെ പല ടെർമിനലിലേക്ക് പോകാൻ വേണ്ടി പല വണ്ടികളുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു എയർപോർട്ടാണ്, എന്താ വിശാലമായ, കാരണം കണ്ണൂർ എയർപോർട്ടിനെക്കാട്ടും വളരെ വലുപ്പമുണ്ട് ഇതിന്. ഏതെല്ലാം ഭാഗത്താണ് എന്തൊക്കെയുള്ളതെന്ന് ആർക്കും അറിയത്തില്ല. അല്ല, എല്ലാവർക്കും അറിയാം, എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മുകളിലാണ് ഈ ടെർമിനൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അവിടെ നിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. കാരണം എയർപോർട്ടിൻ്റെ ഉള്ളിൽ വളരെ റേറ്റാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ടെർമിനൽ 3 കണ്ടുപിടിച്ചു, ബോർഡിംഗ് പാസ് എടുത്തു. അപ്പോൾ ഗേറ്റ് നമ്പർ 49 എനിക്ക് പോകേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യമാണ് എനിക്ക് കാണാനായി പോകുന്നത്. അപ്പോൾ എയർപോർട്ടിനുള്ളിൽ പല ഷോപ്പുണ്ട്, ബൈക്കൊക്കെ ഡിസ്പ്ലേന് വെച്ചിട്ടുണ്ട്, കാറൊക്കെ ഡിസ്പ്ലേന് വെച്ചിട്ടുണ്ട്. അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ഹറിബറിയായി പോകുന്നത് കൊണ്ട് അതൊന്നും പകർത്തില്ല. പിന്നെ ആണ് മനസ്സിലായത് അത്രക്ക് ഓടിച്ചാടി പോകേണ്ട ആവശ്യമില്ല, മെല്ലെ പോയാൽ മതി, സമയം ഭാഗത്തേ ഉള്ളൂ. അതുകൊണ്ട് മെല്ലെ നടത്ത് 49 അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം കൊള്ളാം, കാരണം നടക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ മുകളിൽ കയറുന്നാൽ മതി. ഇത് നേരെ അവിടെ എത്തിച്ചോളും. ഞാനിത് ഏതെല്ലോ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഫിലിംസിൽ. പിന്നെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ കുറേ ദൂരം ഇതിലൂടെ സഞ്ചരിച്ച് എങ്ങനെ 49 ഗേറ്റ് നമ്പർ 49 അടുത്ത് എത്തി. അവിടെ നിന്നുമുള്ള വിമാന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡിൽ പാഞ്ഞെത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, അവിടെ ഇരിക്കുന്ന എയർ ഹോസ്റ്റസിനെ പോലെ ഇരിക്കുന്ന ചേച്ചി അനൗൺസ് ചെയ്തു, ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആണ്, അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. പിന്നെ 1 മണിക്കൂർ എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പഞ്ചാബി ഫ്രണ്ടിനെ കിട്ടി. പുള്ളിക്കാരൻ കുറേ പഞ്ചാബിലെ കഥയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ടാണ് ഇരുന്നതൊക്കെ. അപ്പോൾ ചങ്ങായി പറഞ്ഞു, കേരളത്തിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നല്ല പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുകൊണ്ട് 1 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അനൗൺസ് ചെയ്തത്, ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നു, നിങ്ങൾ കയറിക്കൊള്ളൂ എന്ന്. അപ്പോൾ തന്നെ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് ക്യൂ നിന്നു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് എൻ്റെ ഫ്ലൈറ്റ്, ഇൻഡിഗോ, എന്തൊക്കെയോ പേരുണ്ട്, നമ്പറാണ്, അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകത്ത് കയറി, കിടിലൻ ഫ്ലൈറ്റ്. കാരണം ഞാൻ ഇതിനു മുമ്പ് വേറെ ഫ്ലൈറ്റ് ഒന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് തന്നെ നല്ല ഫ്ലൈറ്റ്. അല്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സെറ്റായിരുന്നു. അങ്ങനെ വിമാനം ഓടിത്തുടങ്ങി. എൻ്റെ ആകാംക്ഷ ഇങ്ങനെ വളരെയധികം വർദ്ധിക്കാനും തുടങ്ങി. ഇതെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? സ്പീഡിൽ പോയി റോക്കറ്റ് വിടുന്ന പോലെ ആകാശത്തേക്ക് പോവുകയാണോ ചെയ്യുക? ഇങ്ങനെ ഞാൻ പല ചിന്തകളായി. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റല്ല കിട്ടിയത്, സെൻട്രൽ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ സൈഡിലുള്ള ചേട്ടൻ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നുണ്ട്, ഇവനെന്താ എല്ലാം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് എടുക്കട്ടോ, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് വിചാരിക്കുന്നത്. ഓ നോ നോ, ഞാനും പണ്ട് ആദ്യമായി കയറുമ്പോൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ടേക്ക് ഓഫ് സീനായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല രസമുണ്ടായിരുന്നു. സ്പീഡിൽ പോയി ഒരൊറ്റ പൊക്കുഫും, പിന്നെ ആകാശത്തേക്ക് ഇങ്ങനെ കയറി പോകും, നല്ല രസം. പിന്നെ ഇങ്ങനെ ഡൽഹിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ എത്ര ഒരു സന്തോഷം. ആദ്യമായി ആകാശ ദൃശ്യം കാണുന്നതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ പറക്കുകയാണ് ആകാശത്ത് കൂടി. ആദ്യം കുറച്ച് രസമൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ രസമെല്ലാം പോകും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് രസം. പിന്നെ കുറേ പേര് സിനിമയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സിനിമ ഡൗൺലോഡ് ആക്കാത്തത് കൊണ്ട് അതും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് പുറത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ മേഘങ്ങളുടെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് വളരെ സന്തോഷമായി. അതുകൊണ്ട് കുറച്ച് നേരം അതും കൂടി കണ്ടു.
പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഐ ആം സോ എക്സൈറ്റഡ്. ഇത് അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം വണ്ടിയായിട്ടൊക്കെ ഇങ്ങനെ കുലുങ്ങു പോലെ നമുക്ക് അറിയാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഇങ്ങനെ ഓരോ ദൃശ്യങ്ങളും അതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ടായി. പിന്നെ ഇതിപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ വീഡിയോ വ്ളോഗായി ഇടുന്നത് കൊണ്ടാണ് ആ ഒരു ഇത് പ്രകടമാകാത്തത്. പക്ഷേ ആ ടൈമിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ ഡൽഹി ടു ബാംഗ്ലൂർ ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. ഞാനൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനെന്തോ ഇങ്ങനെ ചെറിയ ബോറടിക്കാൻ തുടങ്ങി. പിന്നീട് സൈഡിലിരിക്കുന്ന പുള്ളിക്കാരൻ കുറച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ആ ബോറടിയൊക്കെ ഒന്ന് മാറിയത്. പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെ പോയിട്ട് വരികയാണ് എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ട്രാവലിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. പുള്ളി ബാംഗ്ലൂർ നിവാസിയാണ്. അപ്പോൾ എന്തോ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമെങ്ങാനുമായിട്ട് ഡൽഹിയിലേക്ക് പോയതാണ്. ഞാൻ ചെറിയൊരു ട്രാവലിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണെന്ന് പുള്ളിക്കാരനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രാവൽ ചെയ്യാൻ വളരെയധികം താല്പര്യമാണ്. ഞാൻ കുറച്ച് ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് നോർത്തിലേക്ക് അധികം പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ട്രാവൽ ചെയ്യണം. പിന്നെ പുള്ളി ട്രാവലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതെ, മനസ്സ് സന്തോഷിക്കുന്ന പകടമകൾ ട്രാവൽ ചെയ്യണം. അങ്ങനെ സംസാരിച്ച് ബാംഗ്ലൂർ എത്തിയത് അറിഞ്ഞതേയില്ല. അങ്ങനെ ലഗേജിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അധികം ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് എക്സിറ്റായി നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പുറത്തൊരു വലിയൊരു ഫ്ലാഗിൻ്റെ സ്ഥലം കണ്ടത്. അപ്പം നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് എടുത്തത്. പിന്നെ അവിടെ നിന്ന് കുറേ കാഴ്ചയെല്ലാം കണ്ട് നേരെ ബസ് നിർത്തുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് IPLൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടത്. അപ്പോൾ അതും കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ഞാൻ ബസ് കയറി നേരെ മജസ്റ്റിക്കിലേക്കാണ് പോകുന്നത്. കാരണം എൻ്റെ കണ്ണൂരേക്കുള്ള ബസ് അവിടെയാണുള്ളത്. അപ്പോൾ കൃത്യം 9 മണിക്ക് ബസ് അവിടെ എത്തും. അപ്പോൾ ഈ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ബൈ.